മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത്. താരകുടുംബത്തിലെ ഓരോ വിശേഷങ്ങൾക്കും വൻ സ്വീകാര്യതയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാറ്. ദിയയുടെ വിവാഹത്തിന്റെ തിരക്കായിരുന്നു കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്. ദിയയുടെയും അശ്വിൻ്റെയും വിവാഹശേഷമുള്ള ആദ്യ ഓണമായിരുന്നു ഇത്തവണത്തേത്. ഇതിനിടെ വീട്ടിലെ ഓണാഘോഷത്തെക്കുറിച്ചും പുറത്തു വന്ന് സദ്യ കഴിക്കുന്നതിനെ പറ്റിയും സംസാരിക്കുകയാണ് നടനും കുടുംബവും. ഒപ്പം കുടുംബത്തിലെ അടുത്ത കല്യാണം ആരുടേതായിരിക്കുമെന്ന ചോദ്യത്തിനും താരങ്ങൾ മറുപടി പറയുന്നുണ്ട്. കുറേ വർഷങ്ങളായി ഞങ്ങളുടെ ഓണം പുറത്തു നിന്നുമാണെന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. തിരുവോണത്തിന്റെ അന്ന് എല്ലാവർക്കും ഒരു റിലാക്സേഷനാണ്. പിറ്റേന്ന് പായസമൊക്കെ ഉണ്ടാക്കുമെന്നും സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്. എന്തുകൊണ്ട് തിരുവോണത്തിന് വീട്ടിൽ സദ്യ ഉണ്ടാക്കാറില്ല എന്നതിന്റെ കാരണം കൃഷ്ണകുമാറാണ് പറയുന്നത്. സാധാരണ വീട്ടിലെ സ്ത്രീകളാണല്ലോ എല്ലാ കാര്യത്തിലും ഇടപഴകുന്നത്. ഭക്ഷണം ഉണ്ടാക്കുക മാത്രമല്ല, പാത്രം കഴുകുകയും മറ്റുമൊക്കെയായി ഒത്തിരി പണിയുണ്ടാവും. പണ്ടത്തേതുപോലെ കൂട്ടുകുടുംബമാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോഴത്തെ ന്യൂക്ലിയർ ഫാമിലിക്ക് ഇത് വലിയൊരു തലവേദനയാണ്. ഞങ്ങളുടേത് ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും കുറച്ച് വലുതാണ്. എന്നാലും പാത്രം കഴുകാനും മറ്റുമൊക്കെ മെനക്കെടുമ്പോൾ സമാധാനത്തോടെ റിലാക്സ് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം കഴിക്കുന്നത്. അവർക്കും സമാധാനം, നമുക്കും സമാധാനം. ദിയയുടെ വിവാഹത്തിന്റെ എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞുവെന്ന് പറഞ്ഞ താരങ്ങൾ കുടുംബത്തിലെ അടുത്ത വിവാഹം ആരുടേതായിരിക്കുമെന്ന ചോദ്യത്തിന് അമ്മു, അതായത് അഹാനയുടെ ആയിരിക്കുമെന്നാണ് പറയുന്നത്. അത് ശരിയാണോ എന്ന ചോദ്യത്തിന് അറിയില്ലെന്നായിരുന്നു അഹാനയുടെ മറുപടി. വീട്ടിൽ പോയിട്ട് നറുക്കിട്ട് നോക്കാം, അല്ലാതെ പറയാൻ പറ്റില്ല. കല്യാണം കഴിച്ചിട്ട് ട്രെൻഡിങ്ങിൽ വരാനൊന്നും താല്പര്യമില്ലെന്നും അഹാന പറയുന്നുണ്ട്.